ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് എൻ്റെ കാർബറേറ്റർ മാറ്റുന്ന ദിവസം കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബാറ്ററി ചാർജ് നിൽക്കുന്നില്ല, ചാർജ് ഇടയ്ക്ക് ഇറങ്ങി പോവുക, പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുക, പൊല്യൂഷൻ ടെസ്റ്റ്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ കാർബറേറ്റർ അസംബ്ലി അയച്ച് മാറ്റിയിട്ടുണ്ട്. കാർബറേറ്റർ മാറ്റി പുതിയത് റീസെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ വണ്ടി അതിൻ്റെ ബാറ്ററിയുടെ കേസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ നമുക്ക് കംപ്ലയിൻറ്റ് കാണിക്കണമെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന സ്റ്റാർട്ടർ കോയിലിൻ്റെ ഒരു പ്രോബ്ലമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. എഞ്ചിനിൽ നിന്ന് നമുക്കതിനകത്ത് ഈ ബാറ്ററിയിലേക്ക് കയറുന്ന ചാർജിൻ്റെ അളവ് വളരെ ലോ ആയിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ ഒരു 13-13.4 വരെ കഷ്ടിയാണ് നിൽക്കണുള്ളൂ. അപ്പോൾ അത് ബാറ്ററി പെട്ടെന്ന് ഡിസ്ചാർജ് ആയി പോകുന്നതിൻ്റെ ഒരു റീസൺ മെയിനായിട്ടത്. കാരണം അതിൽ നിന്ന് എടുക്കുന്ന പവറിൻ്റെ തിരിച്ചങ്ങോട്ടേക്ക് കയറില്ല. 14 വോൾട്ടിൻ്റെ മുകളിൽ വന്നാലാണ് അത് കറക്റ്റ് ആവുള്ളൂ. നമ്മളതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്തു. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2024 മോഡൽ ബാറ്ററിയാണ്. പുതിയ ബാറ്ററി ഞാൻ ഫുൾ ചാർജ് ചെയ്തിട്ട് നമ്മൾ വെച്ച് നോക്കി, വാറണ്ടി പീരീഡിലുള്ളതാണ്. അപ്പോൾ എന്നാലും നമ്മൾ ഫുൾ ചാർജ് ചെയ്തിട്ട് വെച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ രീതിയുടെ ബാറ്ററിയുടെ അളവിൽ വേരിയേഷൻ, ചാർജ് കയറുന്ന അളവിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു. സാധാരണ വരാറ് ഒന്ന് റെക്ടിഫയറിൻ്റെ കംപ്ലൈൻറ്റ് വരും, പിന്നെ കോയിൽ അസംബ്ലിയുടെ പ്രശ്നം കൊണ്ടും വരും. റെക്ടിഫയറൊക്കെ നമ്മൾ മാറ്റി പുതിയത് വെച്ച് സെറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അതിൻ്റെ പ്രശ്നം കൊണ്ടല്ല, കോയിൽ അസംബ്ലി മാറ്റി കഴിഞ്ഞപ്പോഴാണ് അത് ആ പ്രോബ്ലം സോൾവ് ആയത്. ആ ഒരു കംപ്ലൈൻറ്റാണ് മെയിനായിട്ട് നമുക്കത് കാണുള്ളൂ. നമ്മൾ ബാറ്ററി മാറ്റിക്കോളാൻ പറഞ്ഞാണ്, പക്ഷേ ബാറ്ററി മാറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം ബാറ്ററിക്ക് നിലവിൽ കംപ്ലൈൻറ്റ് ഇല്ല. അപ്പോൾ പുതിയ ബാറ്ററി എടുത്ത് വെച്ചാലും ആ ബാറ്ററിയുടെ ഒരു പുതിയമ്മയുടെ ആ ഒരു ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇതിൽ നിന്ന് കയറാത്തൊരു പ്രോബ്ലം വരുന്ന സമയത്ത് വീണ്ടും ആ കംപ്ലയിൻറ്റ് കാണിക്കും. അപ്പോൾ നിലവിൽ നമ്മൾ സ്റ്റാർട്ടർ കോയിൽ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ ബ്രേക്ക് സ്വിച്ച് ഇടയ്ക്കൊന്ന് ചില നേരത്ത് തെളിയാത്തൊരു കണ്ടീഷൻ വരുന്നുണ്ട്. അല്ലെങ്കിൽ സ്റ്റക്കായിട്ട് ചിലപ്പോൾ തെളിഞ്ഞ് നിൽക്കും. അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ബ്രേക്ക് സ്വിച്ചുകളും കൂടി നമ്മളെ കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട്. കാരണം ബാറ്ററിക്ക് ലോഡ് എടുക്കാതിരിക്കുക, കൂടുതൽ ലോഡ് വരാണ്ടിരിക്കാൻ. പിന്നെ അതേപോലെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഈ ചെയിൻ സ്പോക്കറ്റ് അത്യാവശ്യം ചെയിൻ നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ചെയിനും കൂടി ഒന്ന് ടൈറ്റ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഓയിലൊക്കെ കൊടുക്കും. അപ്പോൾ ഈ സൈഡിൽ ചെറിയൊരു ഓയിൽ മയൊക്കെ വരും. അപ്പോൾ അത് ലീക്കായിട്ട് കണക്ക് കൂട്ടണ്ട, ചെയിന് കൊടുക്കുന്ന ഓയിലിനാണ്. കാരണം ശരിക്കും ഡ്രൈ ആയിപ്പോയി ചെയിൻ. അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിൽ ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ വേണ്ടത് പൊല്യൂഷൻ ടെസ്റ്റാണ്. പൊല്യൂഷൻ ടെസ്റ്റ് നമ്മളിപ്പോൾ കാർബറേറ്റർ പുതിയത് വെച്ചത് കൊണ്ടൊന്നും നെക്സ്റ്റ് ടൈം ചിലപ്പോൾ എടുത്ത് കിട്ടിയെന്ന് വരുമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ പുത്ത കാർബറേറ്ററും എഞ്ചിൻ വർക്ക് അടക്കം കഴിഞ്ഞ വണ്ടികളായാലും നേരിട്ട് നിങ്ങൾ കൊണ്ടുപോയി ചെന്നിട്ട് ചില കേസുകളൊന്നും പാസ്സാവാറില്ല കേട്ടോ. അത് നമ്മൾ അതിൻ്റെ എയർ ഫ്ലോ ട്യൂണിങ് കറക്റ്റായിട്ട് വെച്ചാലാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ആ ട്യൂണിങ്ങിൽ നമ്മൾ വണ്ടി ഓടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ മിസ്സിങ് ആയിരിക്കും, നമുക്ക് ഓടിക്കാൻ കംഫർട്ട് ആവില്ല. അപ്പോൾ ഇനിയിപ്പോൾ കാർബറേറ്റർ മാറ്റിയത് കൊണ്ട് അടുത്ത പ്രാവശ്യം പൊല്യൂഷൻ റെഡി ആവണമെന്നില്ല. ഇപ്പോൾ ഞാൻ നോക്കി അത് ക്ലിയർ ചെയ്ത് എടുത്ത് വെച്ചേക്കാം. പിന്നെ ബൈ ചാൻസ് അങ്ങനെ പാസ്സായില്ലെങ്കിൽ കൊണ്ടുവന്നാൽ നമുക്ക് നേരിട്ട് അത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം, വീഡിയോസ് ഒക്കെ ഇതാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. നമുക്കൊരു ഉച്ച കഴിഞ്ഞിട്ട് എടുക്കാവുന്ന രീതിയിലേക്ക് നമ്മൾ സെറ്റ് ആയിക്കണേ. ഒരു 4 മണി കഴിഞ്ഞപ്പോഴെങ്കിലും നമുക്ക് വണ്ടി എടുക്കാവുന്ന രീതിയിലേക്ക് റെഡി ആയിക്കോളും. ഓക്കെ.